അപ്പോൾ നെക്സ്റ്റ് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, ഒരു എൻട്രി എടുക്കാം. $25,650 പുട്ട് ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത്. $25,650 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൌണ്ട് 130 ലെവൽ. $25,650 ലെവൽ 125 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ക്വാണ്ടിറ്റീസ് വളരെ കുറവാണ്. അത് ആഡ് ചെയ്ത് നമ്മൾ കുറച്ച് ലോഡ് ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സഡൻ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബ്രേക്ക്ഔട്ട്, ഹയർ ഹൈ, പുൾ ബാക്ക് വരുമ്പോൾ മാക്സിമം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റ് ഓർ ബ്രേക്ക്ഔട്ട് വരുമ്പോൾ നമുക്ക് ഇതർ കോസ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോസ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ നല്ല പ്രോഫിറ്റ്സിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ആയാലും ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന പുൾ ബാക്ക് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനത് പറഞ്ഞത് കൃത്യമായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. യെസ്, ബാക്ക് ടു കോസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എഗെയിൻ 130 ലെവൽ ബ്രീച്ച് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. 120 ലെവൽ നമുക്ക് ഓൾമോസ്റ്റ് 1 CR പ്ലസ് തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 9-10 lakhs ലോസ് ഉണ്ട്. $650 ലെവൽ ഓൾമോസ്റ്റ് 15 ലക്ഷം രൂപയുടെ ലോസിലാണ് റൺ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യാം. കുറച്ചധികം പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. റിവേഴ്സൽ സൈൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റീടെസ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റിവേഴ്സൽ വന്നു കഴിഞ്ഞാലും പുൾ ബാക്ക് നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ 20 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 20 lakhs ലോസിൽ നിന്നും അത് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പോയിന്റ് കൂടിയാണ്. യെസ്, 1 lakh എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സപ്പോർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഡേ ഹൈ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ 130 ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു റിവേഴ്സൽ സൈൻസ് ചാർട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഡേ ഹൈ റീടെസ്റ്റിൽ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതാണ് ഈ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. 1.5 CR ആണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രീ അവൈലബിൾ ആയിട്ടുള്ള മാർജിൻ, ഫ്രീ ക്യാഷ് അല്ലെങ്കിൽ അവൈലബിൾ മാർജിൻ എന്ന് പറയുന്നത് 2.25 CR നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ മാർജിൻ ഉണ്ട്. ഇൻ കേസ് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള അവൈലബിൾ മാർജിനാണ്. അതെപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ വയ്ക്കണം. ഒരു 50% കൂടുതൽ എന്തായാലും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എഗെയിൻസ്റ്റ് ഈ പൊസിഷൻ വരികയാണെങ്കിൽ വൺസ് എഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നമ്മുടെ ഡയറക്ഷനിലേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്.
കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ എഗെയിൻസ്റ്റ് ആവുന്നു നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് നമ്മളതിനെ ഹെഡ്ജ് ചെയ്യണം, പിന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അതിനെ പ്രോഫിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡേ ഹൈ റീടെസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 133 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. മേ ബി കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ചാർട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. യെസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 20 lakhs പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊസിഷനിൽ ലോസ് എന്ന് പറയുന്നത്. മേ ബി ആ ലെവൽ റീടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ റീടെസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാം ഈ ഒരു പൊസിഷൻ. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലും നമുക്ക് ആ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ അനുസരിച്ചിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും എഗെയിൻസ്റ്റ് തന്നെയാണ് ഈ ഒരു പൊസിഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു 20 lakhs ലോസ്. ആ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റമാണ് നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എൻട്രി എടുക്കാനായിട്ട് ഉള്ള റീസൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കപ്പിൾ ഓഫ് ക്യാൻഡിൽസിൽ തന്നെ നമുക്ക് ഡേ ഹൈ റീടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 132 ലെവലാണ് ഫസ്റ്റ് എൻട്രി വന്നിട്ടുള്ളത്. ആ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് റിവേഴ്സൽ സൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സൽ സൈൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊസിഷൻ കുറച്ച് ക്രിട്ടിക്കലായിട്ട് മാറിയിട്ടുണ്ട്. അണ്ടർ 10 lakhs, ലോസ് അണ്ടർ 10 lakhs, ബട്ട് സ്റ്റിൽ റിസ്ക് റിമെയിൻസ് ദ സെയിം. ബിക്കോസ് നമ്മുടെ പൊസിഷൻസ് ഹെഡ്ജ്ഡ് അല്ല, നേക്കഡ് പൊസിഷൻസ് ആണ്. വെരി വെരി റിസ്കി പൊസിഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ഇന്നത്തെ ദിവസം ഒരു 17 lakhs പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ടാണ് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നില്ല. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ട്രേഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയ പ്രോഫിറ്റ്സ് മുഴുവനും നമ്മൾ നെക്സ്റ്റ് ട്രേഡിൽ കളയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ട്രേഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എത്ര പ്രോഫിറ്റ്സിലാണോ ലോസിലാണോ എന്നുള്ളത് ഒരിക്കലും ഒരു ട്രേഡ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രേഡിലുള്ള നമ്മുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഓരോ ട്രേഡിനെയും ഓരോ പെർട്ടിക്കുലർ എൻട്രീനെയും നമ്മൾ കാണേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രേഡ് മാത്രമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ പൊസിഷൻസ് സ്ലൈറ്റ്ലി പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചാർട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റ് വരുമോ അല്ലെങ്കിൽ ലോവർ ലോ വരുമോ എന്നുള്ളത്. ലോവർ ലോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരു റീടെസ്റ്റ് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റീടെസ്റ്റിൽ തന്നെ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാനും ഈ ഒരു പൊസിഷൻ ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം ഒരു റീടെസ്റ്റ് ഓർ ഒരു 130 ലെവലിലേക്കൊരു അപ്പ് മൂവ്. ഇത് 1 minute ക്യാൻഡിലേക്ക് മാറ്റിയതാണ്. എന്തായാലും ഡേ ഹൈ ലെവലിലേക്ക് വരും, പക്ഷേ എത്ര സമയമെടുക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. 130 ലെവലിലേക്ക് 25,650 ലെവൽ ഇപ്പോൾ ട്രേഡിങ് അറൗണ്ട് 110, 109 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ പൊസിഷൻ എഗെയിൻസ്റ്റ് തന്നെയാണ്, ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഹെവിലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്.
എന്ന് വേണം പറയാൻ. നമ്മളൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു റീടെസ്റ്റിന് ശേഷം ഇത് റിവേഴ്സൽ ആണ്, അല്ലെങ്കിൽ റിവേഴ്സൽ സൈൻ വന്നിട്ടുണ്ട് ഓൾറെഡി. മേ ബി എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ആയിട്ടാണ് നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും എല്ലാ ട്രേഡും നമ്മുടെ ഡയറക്ഷനിൽ തന്നെ വന്നോളണം എന്ന് ഒരിക്കലും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാം. 20 lakhs ഇപ്പോൾ ലോസ്. ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് 20-25 lakhs വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ഡയറക്ഷനിലേക്ക് വരാനുള്ള ചാൻസസ് ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 30 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് വരാനുള്ള ചാൻസസും ഉണ്ട് ഇവിടെ. ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മുടെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാം. കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി എടുക്കാനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. 25,650 പുട്ട് ഓപ്ഷൻ. Trading around 100-105. ഓൾമോസ്റ്റ് 50% ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് മാർജിൻ എന്ന് പറയുന്നത് 50% ആയിട്ടുണ്ട്. 1.85 crore ആണ്. 1.85 CR ആണ് നമ്മൾ ഇൻവെസ്റ്റഡ് മാർജിൻ. അവൈലബിൾ മാർജിൻ 1.90. ലോസ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവൽ ഒന്ന് റീടെസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഒരു അപ്പ് മൂവ് അല്ലെങ്കിൽ ലോവർ ഹൈ വന്നിട്ടുള്ള ലെവൽ റീടെസ്റ്റ് ചെയ്യും. അറൗണ്ട് 125 ലെവൽ അത്ര വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ്സിലേക്ക് വരാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് 30 lakhs ലോസിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ 10 lakhs ലോസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മൊമെൻറ്റം ഓർ പുൾ ബാക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, അണ്ടർ 5 lakhs, ഗുഡ്. 7 lakhs ലോസ്. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം 50% വരെ ലോഡ് ചെയ്യുക, എന്നിട്ട് ബാക്കി 50% ഒരു കാരണവശാലും നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു ക്യാപിറ്റൽ കൂടിയാണത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് വേണം ഇനിയുള്ള ഓരോ എൻട്രിയും നമ്മൾ എടുക്കാനായിട്ട്. ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് വരുന്നുണ്ട്. ട്രേഡിംഗ് അറൗണ്ട് 118 ലെവൽ, 116 ലെവൽ. യെസ്, നല്ലൊരു സൈനാണ് നമുക്ക് കാണുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ റിസ്ക് റിമെയിൻസ് ദ സെയിം. ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, റിസ്ക് നമുക്ക് റെഡ്യൂസ് ആവണമെങ്കിൽ നമ്മുടെ പൊസിഷൻസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ റിയലൈസ്ഡ് പ്രോഫിറ്റ്സ് ആക്കണം. ഈവൻ ദോ ഇതിപ്പോൾ പ്രോഫിറ്റ്സിൽ 2 lakhs വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ റിസ്ക് റിമെയിൻസ് ദ സെയിം. ഒരു സഡൻ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ എക്സിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ അനാലിസിസ്, നമ്മുടെ കൺവിക്ഷൻ, നമ്മുടെ ലെവൽസിൻ്റെ ഒരു അക്യുറസി എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു ട്രേഡ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും ആരെയും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ഈ വീഡിയോസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഫ്ലക്ച്വേഷൻ ആസ് ആൻ ഇൻട്രാഡേ ട്രേഡർ, എസ്പെഷ്യലി ഓപ്ഷൻ ട്രേഡർ, ഓപ്ഷൻ ബയ്യർ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ ആയിക്കോട്ടെ, ആ ഒരു വോളറ്റിലിറ്റി എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇപ്പോൾ 125 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. 121 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 123 ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ബട്ട് മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി ഈ ഒരു ട്രേഡിൽ നമ്മൾ ഹോൾഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു പുൾ ബാക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ദ റിസ്ക് റിമെയിൻസ്
ദ സെയിം ഓൾമോസ്റ്റ് കോസ്റ്റിലുണ്ട്. ബട്ട് നമുക്കൊരു ഡേ ഹൈ റീടെസ്റ്റ് 130 പ്ലസ് ആണ്. 130 വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. 125 130 ആ ഒരു ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. യെസ്, 4 lakhs പ്രോഫിറ്റിലുണ്ട്. 6 7 ഗുഡ്. യെസ്, 124 ഓൾമോസ്റ്റ്. യെസ്, 124. 130 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ്, പെർഫെക്റ്റ് ടാർഗറ്റ് എന്ന്. മേ ബി ഒരു ബ്രേക്ക് ഔട്ട് വന്നേക്കാം, നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, 126 ഗുഡ്. മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒരു 130 ലെവൽ ബ്രീച്ച് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. യെസ്, റിസ്കിയാണ് ഇപ്പോൾ. സോ ഓൾമോസ്റ്റ് നമ്മുടെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 125 ഓൾറെഡി വന്നു കഴിഞ്ഞു. മേ ബി നമുക്ക് ഫ്യൂ എൻട്രീസ് ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 125 ലെവൽ മേ ബി അഗെയിൻ വരികയാണെങ്കിൽ നമുക്ക് ഫ്യൂ മോർ എൻട്രീസ് സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാം. യെസ്, 125 ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ഡൗൺഫോളിനും ചാൻസ് ഉണ്ട്. മേ ബി ഒരു 125 ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ബട്ട് എല്ലാം ഒരു ഫ്യൂ മിനിറ്റ്സിൽ തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഒരു 4-5 ലാക്സിൻ്റെ ലോസിലാണെങ്കിൽ നമ്മൾ പാർട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇത്ര തന്നെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ 76 ഇപ്പോൾ അത് 76 തന്നെയാണ്. 3.76 CR തന്നെയാണ് ടോട്ടൽ പോർട്ട്ഫോളിയോ ഉള്ളത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ അത്ര തന്നെ പ്രോഫിറ്റ്സ്, ഇപ്പോൾ ഉള്ള ലോസ് എത്രയാണോ അത്ര തന്നെ പ്രോഫിറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി അറൗണ്ട് 6 lakhs or 5 lakhs. ഇപ്പോൾ ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ്. ഒരു സപ്പോർട്ട് വർക്കൗട്ട് ആയാൽ മേ ബി ഒരു ഡൗൺഫോൾ പുട്ട് ഓപ്ഷനിൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് മാർക്കറ്റ് റിക്കവർ ചെയ്യും. പക്ഷേ ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതലും ഉള്ളത്. ഡേ ലോ ലെവൽ മേ ബി ഒരു ലോവർ ലോ വന്നതിന് ശേഷം ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അതിന് കുറച്ചധികം സമയം എടുത്തേക്കാം. സമയമാണല്ലോ ഓപ്ഷൻ ബയ്യർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം കൂടുന്തോറും നമുക്ക് റിസ്ക് കൂടിക്കൊണ്ടിരിക്കും ആസ് എൻ ഓപ്ഷൻ ബയ്യർ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രേഡ്സിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നത് അത്രയും നല്ലതാണ്. ബട്ട് ചിലതിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ നമ്മൾ ധൃതി പിടിക്കാതെ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പേഷ്യൻസ് നമ്മൾ കാണിക്കേണ്ട സമയത്ത് കാണിക്കണം. പക്ഷേ ടൈം ആസ് എ ഹോൾ നമ്മളൊരു 9:15 to 3:30 എന്ന് പറയുന്ന സമയം, ആ സമയം തീരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു കുറച്ച് പ്രഷർ ബിൽഡാവും ആസ് എൻ ഓപ്ഷൻ ബയ്യർ. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബാക്ക് ടു 120 വന്നിട്ടുണ്ട്. നമ്മൾ നല്ല പ്രോഫിറ്റ്സിൽ തന്നെയാണ്. 125 ലെവൽ മേ ബി ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ 130 ലെവലിലേക്കൊരു ബ്രീച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ കോസ്റ്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ കോസ്റ്റിലെത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഓക്കെ, ഗുഡ്. മേ ബി ഒരു കപ്പിൾ ഓഫ് സ്പൈക്സ് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ നമുക്കൊരു മൊമെൻറ്റം കിട്ടുമോ എന്ന് നോക്കാം. മേ ബി അറൗണ്ട് 130+. ഇനി സമയമുണ്ട്. 30 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പൊസിഷൻ നല്ല പ്രോഫിറ്റ്സിൽ വരും. നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. നമ്മൾ ആ ഒരു പ്ലാൻ കൃത്യമായിട്ട്
ട്രേഡ് ചെയ്യുക, ട്രേഡ് ദ പ്ലാൻ ദ ട്രേഡ്. നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ പ്രകാരം നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇറ്റ്സ് കമ്മിങ് ടുവേർഡ്സ് 130 or 133.35 ഡേ ഹൈ. ബട്ട് ടൈം എടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 125 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 133 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്താൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ജസ്റ്റ് എ ഫ്യൂ മോർ മിനിറ്റ്സ്. യെസ്, ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. മാർക്കറ്റ് സ്റ്റിൽ ട്രേഡിങ് അറൗണ്ട് 110-120 ലെവൽ. ഒരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. സ്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ തന്നെയാണ്. നമ്മളിതിലൊരു പാർട്ട് പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു സെക്കൻഡ് പാർട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഓപ്ഷൻ 125 ലെവൽ അറൗണ്ട് വന്നിരുന്നു, പക്ഷെ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. ആ ഒരു മിസ്റ്റേക്ക് എത്രമാത്രം കോസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മാത്രമേ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പറയാൻ പറ്റുള്ളൂ. ലോസ് ബാക്ക് ടു 20 lakhs പ്ലസ്. ഒരു ഫ്യൂ മോർ എൻട്രീസ്, നമ്മൾ ബുക്ക് ചെയ്ത എൻട്രീസ് നമുക്ക് ഇപ്പോൾ എടുക്കാം. 25,650. ലിറ്റിൽ ബിറ്റ് റിസ്കി ആണ്, എങ്കിലും നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ ഒരു പ്രോപ്പർ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് സേഫായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ലെവൽ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയാൽ പ്രോഫിറ്റ്സിലേക്ക് വരാൻ പറ്റും. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. യെസ്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുൾ ബാക്ക് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റ്സിലാണ്. ഓവറോൾ 3.59 CRലാണ് നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇനഫ് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊസിഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സപ്പോർട്ട് ലെവലിൽ നിന്നും ഒരു ബൗൺസ് വന്നിട്ടുണ്ട്. യെസ്, ലാസ്റ്റ് 3-4 പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്തത്, നമ്മൾ ഫിയർ ചെയ്യുകയല്ല ചെയ്തത്. ബിക്കോസ് നമ്മുടെ അനാലിസിസിൻ്റെ ഒരു സ്ട്രെങ്ത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺവിക്ഷൻ, ആ ഒരു അനാലിസിസ് അത്രയും ഒരു ക്ലാരിറ്റി നമുക്ക് മാർക്കറ്റിലുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ലെവൽ ഡേ ഹൈ ലെവലിൽ പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഡേ ലോ ലെവലിൽ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു റീടെസ്റ്റ് ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. മേ ബി ഒരു ലോവർ ലോ സ്പോട്ട് ലെവലിൽ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രേഡ് നല്ല പ്രോഫിറ്റ്സിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ബട്ട് നമ്മുടെ ചാൻസസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് വിത്ത് ലിമിറ്റഡ് റിസ്ക്. സ്റ്റിൽ നമുക്ക് 2.19 CR ക്യാപിറ്റൽ അവൈലബിൾ മാർജിനായിട്ടുണ്ട്. അവൈലബിൾ മാർജിനായിട്ട് 2.19 CR ഉണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മൾ ഈ ഒരു ട്രേഡ് പ്രോഫിറ്റിൽ വരും എന്നുള്ളതല്ല. നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇനഫ് പൊസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡേ ഹൈയിലെടുത്ത ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ബട്ട് സ്റ്റിൽ റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് മോർ റിസ്കി ട്രേഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈവൺ 20-25 മിനിറ്റ്സ് ആയി കഴിഞ്ഞു ഒരു ട്രേഡ്. ഓൾമോസ്റ്റ് ഈ ഒരു മേ ബി ഒരു 2-3 മിനിറ്റ്സിൽ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
110 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം ടുവേർഡ്സ് 130 മേ ബി. യെസ്, നമ്മുടെ ചാൻസസ് നമ്മളെടുത്തു. ദാറ്റ് ഫ്യൂ ട്രേഡ്സ് 3-4 ട്രേഡ്സ് പ്രോഫിറ്റ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു സൈനാണത്. ബട്ട് അത് 130 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. യെസ്, 113-14 ലെവൽ ഗുഡ്. 132 ലെവലാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത എൻട്രി. ബട്ട് സ്റ്റിൽ നമുക്ക് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് തന്നെ ഈ ഒരു പൊസിഷൻ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അഗെയിൻ ബാക്ക് ടു 110, trying to break 125 level. 110 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു 125 ലെവലിലേക്കൊരു റീടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾറെഡി ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞു. സ്റ്റിൽ ബൈയിങ് പ്രഷർ തന്നെയാണ് സ്പോട്ട് ലെവലിൽ കാണാൻ പറ്റുന്നത്. കുറച്ചധികം സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്. 105. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ അറൗണ്ട് 75 ലെവലിലാണ്. അതൊരു 20-30 പോയിൻറ്റ്സ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് വരികയാണെങ്കിൽ 125 ലെവൽ അഗെയിൻ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റിൽ ബൈയിങ് പ്രഷർ തന്നെയാണ്. ഒരു റിവേഴ്സൽ വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു റിവേഴ്സലാണ് വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ പുട്ട് ഓപ്ഷൻസ് രണ്ടാമതെടുത്ത പുട്ട് ഓപ്ഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഡേ നമ്മൾ ഓൾമോസ്റ്റ് കോസ്റ്റിൽ തന്നെയാണ്. 20 lakhs പ്ലസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്സ്. പക്ഷെ അത് ഒരു റീസൺ അല്ല നമ്മൾ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റിൽ വരണമെന്നുള്ളത്, പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റണമെന്നുള്ളതിനൊരു റീസൺ അല്ല. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തു എന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അഗെയിൻ ഒരു 125 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ഇനിയൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല മോർ ദാൻ 125 ലെവൽ വിത്ത് ഓൾ ദീസ് റിസ്ക്. 110 ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. 10-15 ലെവൽ. ചാർട്ട്സിൽ കൃത്യമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഇവിടെ സ്ക്രീൻസിൽ കൃത്യമായിട്ട് ചാർട്ട്സ് പുട്ട് ഓപ്ഷനും സ്പോട്ട് ലെവലൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊസിഷൻസ് മാത്രമാണ് ഈ ഒരു ഫോണിൽ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണത് പാരലലി ചാർട്ട്സും കാണിക്കുന്നുണ്ട്. 115 ലെവൽ, 125 ലെവൽ, 133 ലെവൽ. അഗെയിൻ റിസ്ക് സൈഡ് 75, 100 ലെവൽ. യെസ്, ഇപ്പം നമ്മൾ എല്ലാ പ്രോഫിറ്റ്സിലാണ് ഓവറോൾ ദ ഡേ. ബട്ട് പൊസിഷൻ അറൗണ്ട് 10 lakhs വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോസ്. യെസ്, 112. യെസ്, പേഷ്യൻ്റ്ലി നമുക്ക് വെയിറ്റ് ചെയ്യാം. അണ്ടർ 10 lakhs ലോസ്, അണ്ടർ 10 lakhs. നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളൊരു സപ്പോർട്ട് ലെവൽ എക്സ്പെക്ട് ചെയ്തു. ആ സപ്പോർട്ട് ലെവലിന് റിവേഴ്സൽ വന്നു. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് നേരെ താഴേക്ക് വരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും നമ്മുടെ ഡയറക്ഷനിലേക്ക്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആവറേജ് ചെയ്ത് ആ ഒരു പൊസിഷൻ വന്നപ്പോൾ ആ ഒരു പൊസിഷൻ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു 100 ലെവലിൽ താഴെ വന്നപ്പോൾ നമ്മൾ ആവറേജ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ഫണ്ട്സ് നമ്മൾ ലോഡ് ചെയ്തു, ഡിപ്ലോയ് ചെയ്തു ക്യാപിറ്റൽ. അതിനുശേഷം ആ ഡിപ്ലോയ് ചെയ്ത ഉടനെ തന്നെ അത് പ്രോഫിറ്റിലേക്ക് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഓൾവേസ് നമുക്ക്
വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ്സ് നമുക്ക് അതിനു മുമ്പ് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാകും. ആസ് എ ട്രേഡർ അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. എറൗണ്ട് ആ ഒരു ലെവലിലൊരു ഫൈറ്റിംഗ് നടക്കാനുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞു, റെസിസ്റ്റൻസ് ലെവൽ വന്നു, നെക്സ്റ്റ് മിനിറ്റിൻ്റെ താഴേക്ക് വരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ 1 2 3 4 5 6 7 മിനിറ്റ്സ് എറൗണ്ട് ആ ഒരു ലെവലിൽ തന്നെ ട്രേഡ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഡൗൺ ആയി, അതായത് മാർക്കറ്റ് ഡൗൺ ആയത് നമ്മുടെ പൊസിഷൻ പുട്ട് ഓപ്ഷൻ നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ 98 ലെവലിൽ 7 മിനിറ്റ്സോളം ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വെരി ബിഗ് ടാസ്ക് ആണ് ആസ് എ ട്രേഡർ. അപ്പോൾ നമ്മളത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനും അല്ലെങ്കിൽ നെക്സ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ള ആക്ഷൻ പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം നമുക്ക് വേണം. അതുപോലെ തന്നെ മാർക്കറ്റിനും വേണം ആ ഒരു ലെവലിൽ നിന്ന് ഒരു ഫൈറ്റിംഗ്. ആ ഒരു ലെവലിൽ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ളൊരു ഫൈറ്റിങ്ങിന് ശേഷം അവിടെ നിന്നും നമ്മുടെ ഡയറക്ഷനിലേക്ക് വരാൻ മേ ബി ഒരു റീടെസ്റ്റും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ബൈയിങ് പ്രഷറൊക്കെ ആയിട്ട് വേണം അവിടെ നിന്നും ആ ഒരു ലെവലിൽ നിന്ന് ഒരു ബൗൺസ് കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേഷ്യൻസ് നമ്മൾ എന്തായാലും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓരോ ട്രേഡേഴ്സിനെയും ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാര്യം ആ ഒരു ലെവലിൽ നിന്ന് നമ്മുടെ ഡയറക്ഷനിൽ വന്നതിൽ എഗെയിൻ ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് എക്സിറ്റ് ചെയ്യും. എഗെയിൻ നമ്മുടെ ആ ലെവലിൽ നിന്ന് സപ്പോർട്ട് ലെവലിൽ നിന്ന് വീണ്ടും അത് ബൗൺസ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് ബൗൺസ് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്യേണ്ട ലെവൽ മേ ബി 125 ലെവൽ ഓർ 130 ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് ബുക്ക് ചെയ്യും. പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, 100 ലെവൽ റീടെസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അത് വരുന്നത് എപ്പോഴായിരിക്കും? 130 ലെവലിലേക്ക് ഒരു സ്പൈക്ക് വരുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 125 ലെവൽ 135 ലെവലിൽ എൻട്രി ചെയ്യും. വാട്ട് എവർ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എൻട്രി ചെയ്യാന്നുള്ള ഒരു ധൈര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ ധൈര്യം നമുക്ക് വേണ്ടത് 130 ലെവലിൽ എഗെയിൻ വരുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ട ലെവലിൽ വരുമ്പോഴല്ല, നമ്മൾ എൻട്രി ചെയ്യേണ്ട സമയത്താണ് നമുക്ക് ആ ഒരു ധൈര്യം വേണ്ടത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി ചെയ്യുന്ന ഒരു ധൈര്യം നമ്മൾ ഒരിക്കലും കാണിക്കരുത്. അവിടെ നമുക്ക് ആ ട്രേഡ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ 130-125 ലെവലിൽ വരുമ്പോൾ നമുക്ക് ഓക്കെ അത് വന്നു, നെക്സ്റ്റ് ട്രേഡ് എങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ ആ ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞു അതിനുശേഷം ആ ഒരു ട്രേഡ് റീ എൻറ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടൊരു മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കൂടുതൽ റിസ്കിയർ ആവുകയും ചെയ്യും. ആ ഒരു കാര്യം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, 6 lakhs അറൗണ്ട് ഉണ്ട്, ലോസ് 5 lakhs 4 lakhs. യെസ്, നമുക്ക് 125 ലെവൽ നോക്കാം. ഓൾമോസ്റ്റ് 120 ലെവൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് ഗുഡ്. മേ ബി 120 ലെവൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓൾമോസ്റ്റ് കോസ്റ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. 117-18 ഗുഡ്. ടൈം കുറച്ച് ക്രിട്ടിക്കലാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. കോസ്റ്റിൽ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. കമോൺ, 120 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. യെസ്, നമ്മൾ കുറച്ച് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. $125 ലെവലാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. 125 ലെവൽ ഓർ 130 ലെവൽ, 30+. സ്റ്റിൽ നമ്മൾ ലോസിൽ തന്നെയാണ്. ഈ ഒരു ട്രേഡ് നമ്മൾ കോസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പാർട്ട് പ്രോഫിറ്റ്സ് 2 പ്രാവശ്യം നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ കോസ്റ്റിലായാൽ തന്നെ നമ്മൾ ഇനഫ് പ്രോഫിറ്റ്സിലായെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതോടുകൂടി നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. 130 വരികയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ 130 വരാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. 125 ഈസ് ഇനഫ്. 125 ഈസ് ഇനഫ്.
ഒരു കപ്പ് ഓഫ് മിനിറ്റ്സ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 125 വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം, പാർട്ട്ലി ഓർ ഫുൾ. ഇപ്പം നമ്മൾ നേരത്തെ 6 lakhs ലോസിലുള്ളപ്പോൾ കോസ്റ്റിലായിരുന്നു ഓവറോൾ ദ ഡേ. ഇപ്പോൾ 10 lakhs ലോസിലുള്ളപ്പോൾ കോസ്റ്റിലാണ് ഓവറോൾ ഡേ. അതിനർത്ഥം നമ്മളിപ്പോൾ 10 lakhs ഓവറോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പാർട്ട് പ്രോഫിറ്റ്സ് ആയിട്ട്. അപ്പോൾ മേ ബി ഈ ഒരു പൊസിഷൻ കോസ്റ്റിലേക്ക് വരുമോ നമുക്ക് നോക്കാം. 125 ലെവൽ വളരെ പെട്ടെന്നായിരിക്കും വരിക. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വീഡിയോ എക്സിറ്റ് ചെയ്ത് വന്നതിന് ശേഷം ബുക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു 15 points 112 115 ട്രേഡ് ചെയ്യുന്നുണ്ട്. നോ വേ. റിസ്കി പൊസിഷനാണ്. $20 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പൊസിഷൻ. ബാക്ക് ടു 100. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം 100 ലെവലിൽ നമ്മൾ ആവറേജ് ചെയ്തു, അല്ലെങ്കിൽ എൻട്രി എടുത്തു, ആവറേജ് ചെയ്തു പൊസിഷൻ. 120 പ്ലസിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 120 ലെവലിലേക്ക് വന്നപ്പോൾ പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ 100 ലെവലിൽ നിന്ന് എൻട്രി ചെയ്ത സമയത്ത് അത് റീടെസ്റ്റ് വരുമ്പോൾ തന്നെ പേടിച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ലോസ് ആവുമെന്ന് വിചാരിച്ചിട്ട് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബാക്ക് ടു 120 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, എൻട്രി ചെയ്യും 120. ഇപ്പോൾ അത് ബാക്ക് ടു 100. അപ്പോൾ എഗെയിൻ നമ്മൾ നേരത്തെ എക്സിറ്റ് ചെയ്ത പോയിന്റിലേക്ക് വരും, വീണ്ടും നമ്മൾ എക്സിറ്റ് ചെയ്യും. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ബാക്ക് ടു 100 വന്നു, പക്ഷേ ഞാൻ എൻട്രി ചെയ്തിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. 100 ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 125 ലെവൽ സ്ട്രൈറ്റ് അവേ വരികയാണെങ്കിൽ 100 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് 125 ലെവലിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ബുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഒരു പൊസിഷൻ ആവറേജ് ചെയ്തിട്ടില്ല. എഗെയിൻ 100 വന്നപ്പോൾ നമ്മൾ ആവറേജ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഒരുപാട് തവണ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു 120 ലെവൽ, അല്ല 100 ലെവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി റിസ്ക്കിയാണ്. 125 അല്ലാതെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് തന്നെ പ്രോഫിറ്റിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കാം ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. അതുകൊണ്ട് നമ്മൾ ഇത് ആവറേജ് ചെയ്തില്ല ഈ ഒരു ടൈമിൽ. ഈ ഒരു പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യാതിരിക്കാനുള്ള റീസൺ അതാണ്. ഇനി നമ്മൾ 125 ലെവലിലേക്ക് വരുമോ, അല്ലെങ്കിൽ 125 ലെവൽ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കാനാണ് പോകുന്നത്. അതിനാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു 17 ലാക്സിൻ്റെ ലോസാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇത് കുറച്ച് സമയമെടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് ആയിക്കഴിഞ്ഞു. ഇനി എന്തായാലും ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലായതിനു ശേഷം എൻട്രി, അല്ല, ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് തോന്നുന്നത്. കാരണം ഇനിയും ഒരുപാട് സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്.
മേ ബി ഒരു 1 hour. അപ്പോൾ പ്രോഫിറ്റ്സിലേക്ക് വന്നതിന് ശേഷം എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പം നമുക്ക് തൽക്കാലം പോസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 20 lakhs ആണ് ലോസ്. ഓവറോൾ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ 1.3 CR, അവൈലബിൾ മാർജിൻ 2.56 CR. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഈ ഒരു പൊസിഷൻസ് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, യെസ്, 125 ലെവലിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പൊസിഷൻ. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒരു ആക്ഷനും നമ്മൾ എടുത്തിട്ടില്ല. വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സപ്പോർട്ട് ലെവൽ റെസ്പെക്റ്റ് ചെയ്തു നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നു. വേറൊന്നും മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1.3 CR തന്നെയാണ് ഇൻവെസ്റ്റഡ് മാർജിൻ. അവൈലബിൾ മാർജിൻ 2.56 CR തന്നെയാണ്. 125 ലെവലിൽ വന്നു, പക്ഷെ നമ്മൾ സ്റ്റിൽ ബുക്ക് ചെയ്തിട്ടില്ല. 125 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, ബുക്ക് ചെയ്യേണ്ട ലെവൽ തന്നെയാണ്. സ്റ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ഒരു റീടെസ്റ്റ് ഓർ ബ്രേക്ക്ഔട്ട് വരുമോ നമുക്ക് നോക്കാം. എഗെയിൻ ഒരു പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. $125 ലെവൽ ബുക്ക് ചെയ്യേണ്ട ലെവൽ തന്നെയാണ്. ഇപ്പോൾ ഒരു റീടെസ്റ്റ് ഓർ ബ്രേക്ക്ഔട്ട് വരുമോ നമുക്ക് നോക്കാം. ഇനിയും സമയമെടുക്കാനാണ് സാധ്യത. ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ, ഈ ഒരു അപ്പ് മൂവിൽ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും പുട്ട് ഓപ്ഷനിലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഗെയിൻ സപ്പോർട്ട് ലെവൽ, സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. സൈഡ് വേസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 130 ലെവൽ പുട്ട് ഓപ്ഷൻ 25,650 പുട്ട് ഓപ്ഷനിൽ 130 ലെവൽ വന്നതിന് ശേഷം ഒരു സൈഡ് വേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ സമയമെടുക്കും. ഇപ്പോൾ നമുക്ക് തൽക്കാലം കുറച്ച് വെയിറ്റ് ചെയ്യാം. ബാക്ക് ടു 100 ലെവൽ, 100 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും കപ്പിൾ ഓഫ് എൻട്രീസ് എടുക്കാം. 25,650 പുട്ട് ഓപ്ഷൻ. ഇനി നമുക്ക് 1.4 CR ഇൻവെസ്റ്റഡ് മാർജിൻ, 2.46 CR ആണ് അവൈലബിൾ മാർജിൻ. ഇനി ഒരു അഡീഷൻ 75 അല്ലെങ്കിൽ 80 ലെവലിലാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റ്സിലേക്ക് വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, അഗെയിൻ നമ്മുടെ പൊസിഷൻ നല്ല പ്രോഫിറ്റ്സിലേക്ക് വന്നിട്ടുണ്ട്. 122 ലെവൽ, 125 ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, നല്ല പൊസിഷൻ, നല്ല പ്രോഫിറ്റ്സിലേക്ക് പൊസിഷൻ എത്തിയിട്ടുണ്ട്. 6 പൊസിഷൻസ് നമ്മൾ 125 ലെവലിൽ ബുക്ക് ചെയ്യാൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. 124, യെസ്.
നമ്മൾ ബുക്ക് ചെയ്തു 25 ലെവലിൽ നമ്മൾ ആവറേജ് ചെയ്ത പൊസിഷൻസ് അറൌണ്ട് 100 നമ്മൾ ലാസ്റ്റ് ആവറേജ് ചെയ്ത പൊസിഷൻസ് ഇപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ട്. 130 യെസ് 133 ഡേ ഹൈ ലെവൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. $28.29 യെസ് 133.40 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. മേ ബി ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം ഈ പൊസിഷൻ. നല്ല പ്രോഫിറ്റ്സിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. $26.25 ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. എക്സാക്ട്ലി 130 ലെവലിൽ നിന്ന് ഡൗൺ ആയി നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. പാർട്ട് പ്രോഫിറ്റ്സ് മാത്രം നമ്മൾ ബുക്ക് ചെയ്തു ആസ് പെർ പ്ലാൻ. ബട്ട് ബാക്കിയുള്ള പൊസിഷൻസ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റഡ് മാർജിൻ 1 CR മാത്രമാണ്. ഓൾമോസ്റ്റ് 3 CRൻ്റെ അവൈലബിൾ മാർജിനുണ്ട്. സ്റ്റിൽ നമ്മൾ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാണ്. കുറച്ച് റിസ്കി ഹോൾഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ റീടെസ്റ്റ് ചെയ്തു, സ്റ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺ ആണ് വന്നിട്ടുള്ളത്. ഇനി ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. ചില കേസസിൽ റീടെസ്റ്റ് വരാൻ സാധ്യതയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനും പ്രിപ്പയർഡ് ആയിട്ട് വേണം ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട്. കുറച്ച് എൻട്രീസ് എടുക്കാം. 25,650. ഇത് നമ്മൾ 1.5 CR ആക്കിയിട്ടുണ്ട്. ഒരു 50 lakhs കൂടി ഡിപ്ലോയ് ചെയ്തു. മേ ബി ഒരു 125 അഗെയിൻ. ലെറ്റ്സ് വെയിറ്റ് ഫോർ 125. എട്ട് പൊസിഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 8 പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റിയാലും നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയാലും നല്ല പ്രോഫിറ്റ്സിലേക്ക് ആവാൻ
പറ്റും. 130 ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷൻ വളരെ പെട്ടെന്ന് ലോസിലേക്ക് പോയിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗെയിൻ റിസ്കി പൊസിഷനാണ്. സ്റ്റിൽ നമ്മുടെ അവൈലബിൾ മാർജിൻ നമുക്ക് കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റഡ് മാർജിൻ നമുക്ക് 1.5 CR തന്നെ നിർത്താനായിട്ട് പറ്റി. 50% പോലും ആയിട്ടില്ല. യെസ്, 125 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. യെസ്, 115. ഓക്കെ, $116, $17. Yes, come on. $118. Yes, $118. ബാക്ക് ടു കോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 lakhs 3 lakhs ആണ് ലോസ് ഉള്ളത്. $3 lakhs loss. Yes, 2 lakhs. Come on. 125 നമുക്ക് ടാർഗറ്റ് ചെയ്യാം. യെസ്, 120 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1 lakh ലോസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 120. യെസ്, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊസിഷൻസ് നമുക്കൊന്നുകൂടി സേഫ് ആക്കാം. ഒരു 8 പൊസിഷൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ലോസ് ഇപ്പോൾ 6 lakhsലാണെങ്കിലും 20 lakhsൻ്റെ പ്രോഫിറ്റ് നമ്മളിതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ഓക്കെ, 20 lakhs ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. നേരത്തെ പൊസിഷൻ നമ്മൾ 17 lakhs ബുക്ക് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 37 lakhs പ്ലസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനഫ് പ്രോഫിറ്റ്സ് ഫോർ ദ ഡേ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് വന്നു. ആ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു കണ്ടിന്യൂസ് ഡൗൺഫോൾ ഓപ്പണിങ്ങിൽ കണ്ടതിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ പൊസിഷനിലായാലും. അപ്പോൾ അത് സൈഡ് വേസ് മൂവ്മെൻ്റാണ് നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്തു. 2-3 പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ലോവർ ഹൈസ് ആണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡേ ലോ ലെവൽ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ആ ഒരു റീടെസ്റ്റ് വന്നു. ഡേ ഹൈ നമ്മൾ പുട്ട് ഓപ്ഷനിലാണെങ്കിൽ 133.40 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് 130 പ്ലസിലേക്ക് വന്നതിന് ശേഷം ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ ഒരു പോയിന്റിൽ നമ്മൾ പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിരുന്നു 125. അഗെയിൻ അത് ഡൗൺ ആയ സമയത്ത് ഈ ഒരു അപ്പ് മൂവിലാണ്, ഈ ഒരു പുൾ ബാക്കിൽ. അതിനുശേഷം നമ്മൾ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആവറേജ് ചെയ്ത പൊസിഷൻ. എഗെയിൻ അത് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ സേഫായിട്ട് നല്ല പ്രോഫിറ്റ്സിൽ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. എന്തായാലും ഇന്നത്തെ ട്രേഡിംഗ് ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി എന്തായാലും ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് തന്നെ 5% അഗെയിൻ നമ്മൾ മോർ ദാൻ 5% നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഓവറോൾ ഒരു 37 lakhs പ്രോഫിറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തത്. വളരെ കംഫർട്ടബിളായിട്ട് ബുക്ക് ചെയ്തത്. രണ്ടാമത്തെ ട്രേഡ് നമുക്ക് കുറച്ച് സമയമെടുത്തെങ്കിലും ആദ്യത്തെ ട്രേഡ് നമ്മൾ 5 minutesനകം തന്നെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു.
അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അനാലിസിസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തുടർന്ന് ഒരു വീഡിയോ തന്നെ ഒരുപാട് വട്ടം വാച്ച് ചെയ്യുക. അപ്പോൾ ആഡിങ്ങിൻ്റെ കാര്യങ്ങളും ആവറേജ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻസിൽ PNL വരുന്ന ഫ്ലക്ച്വേഷൻസ്, MTMൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ്, പ്രോഫിറ്റ് ലോസ് വീണ്ടും പ്രോഫിറ്റ് വീണ്ടും ലോസ്, അപ്പോൾ അതിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാതെ നമ്മളെ ആക്ഷൻസ് വളരെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും ഒരു ലോങ് വീഡിയോ ആണെന്നറിയാം, എങ്കിലും അതിന് മാത്രമുള്ള കോണ്ടൻറ്റ്സ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് വീണ്ടും തുടർച്ചയായിട്ട് വാച്ച് ചെയ്യുക വീഡിയോസ്. അപ്പോൾ ആ ഒരു റൈറ്റ് ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോസ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.